വെൽക്കം ബാക്ക് ടു എക്സാം ഇൻ ഫാമിലി. അപ്പൊ എന്റെ എല്ലാ മക്കൾക്കും നമ്മുടെ ഇന്നത്തെ 5 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ ആദ്യത്തെ പാർട്ടിലേക്ക് സ്വാഗതം. അപ്പൊ മക്കളെ, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 5 മാർക്കിന് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏരിയാസ് ഏതൊക്കെയാന്നുള്ളതാണ്. അപ്പൊ മിസ് ഇതിൽ പറയാൻ വേണ്ടി പോകുന്ന ഓരോ ക്വസ്റ്റ്യൻസ് നമ്മുടെ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസ് എന്താണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഏരിയാസ് എന്ന് മാത്രമാണ് മിസ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കായിട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വേണം നമ്മുടെ ഈ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ അത് കമന്റ്സിൽ പറയുക. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ വീഡിയോന്റെ അവസാനം മിസ് എന്ത് ചെയ്യും, നിങ്ങളോടൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കും. അതിന്റെ ആൻസറും കൂടെ എന്ത് ചെയ്യണം, എൻ്റെ മക്കള് എനിക്ക് കമന്റ്സിൽ പറഞ്ഞു തരണം. ഓക്കെ, അപ്പൊ മക്കളെ നമുക്ക് നേരെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അധികം ഇൻട്രൊഡക്ഷനും തന്ന് മിസ് എന്ത് ചെയ്യുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എനിക്കറിയാം നിങ്ങൾക്കിപ്പോൾ ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്ന് അറിയാൻ വേണ്ടി നിങ്ങളൊക്കെ ഭയങ്കര വെയിറ്റിംഗിലാണെന്ന് അറിയാം. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഗ്ലോബൽ എന്റർപ്രൈസസ് അല്ലെങ്കിൽ MNCയുടെ ഫീച്ചേഴ്സ് ആണ്. ഇവനെ നിങ്ങൾ സൂക്ഷിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ വേറെ ഒന്നും 5 മാർക്കിന് വേണ്ടി പഠിച്ചിട്ടില്ലെങ്കിലും ഇവനെ പഠിക്കാതെ പോവരുത്. ഇവൻ അത്രയും അപകടകാരിയായിട്ടുള്ള ഒരാളാണ്. എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെയും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സെഷനിൽ ഇവനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ചുമ്മാ പറയണല്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം, ഒട്ടും വിട്ടുപോവാതെ, ഇവൻ ഒരു കാരണവശാലും മറന്നു കളയാതെ ഇവനെയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ എക്സാം ഹോളിലേക്ക് കൂട്ടണം നിങ്ങളുടെ ബ്രെയിനിൽ. ഓക്കെ, വേറെ ഒന്നുമില്ല, കൂടുതലായിട്ടൊന്നും പഠിക്കണ്ട, ഇവന്റെ ഫീച്ചേഴ്സ് മാത്രം നോക്കിയാൽ മതി. പിന്നെ ചെറിയൊരു എക്സ്പ്ലനേഷനും, ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു കുഞ്ഞ് സിമ്പിൾ എക്സ്പ്ലനേഷൻ വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയണ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എക്സ്പ്ലനേഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇവൻ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പൽസറി ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ, 5 മാർക്കിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് വേറെ ആരെയുമല്ല, നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, നിങ്ങളുടെ ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആള് എന്താ ചില്ലറക്കാരനല്ലേ, ഒരു കമ്പനിയുടെ പ്രിൻസിപ്പൽ ഡോക്യുമെന്റ് ആണ് എന്ത്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതെന്താണ്, നമ്മുടെ കമ്പനീസ് ആക്ടിനെ സബോർഡിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഏത് കമ്പനിക്കും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണ്, കമ്പൽസറി ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് അല്ലേ. അപ്പൊ ആള് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്. അപ്പൊ ആളെ കുറിച്ച് എന്ത് ചെയ്യണം, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇതെന്താണ്, ക്ലോസിന്റെ രൂപത്തിലാണ് അല്ലെ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഡോക്യുമെന്റ് ക്ലോസസ് ആണ് അടങ്ങിയിട്ടുള്ളത് അല്ലെ. 5 ക്ലോസസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മെയിൻ ആയിട്ടുള്ള 5 ക്ലോസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലോസസ് ഏതൊക്കെയാന്നുള്ളത് പഠിക്കുക. അപ്പൊ അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ എന്നുള്ളത് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഇതിൽ എന്താണ്, നമുക്ക് അങ്ങനെ എങ്ങനെയൊന്നും ഓൾട്രേഷൻസ് വരുത്താൻ വേണ്ടി പറ്റില്ല. ഒന്നെങ്കിൽ കോർട്ടിന്റെയോ അല്ലെങ്കിൽ എന്താ ബോർഡ് ഓഫ് ലോന്റെയോ ഒക്കെ എന്ത് വേണം, അവരൊക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ അവരുടെ കൂടെ ഹെൽപ്പോടുകൂടെ മാത്രമേ നമുക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടി പറ്റുള്ളൂ. ഒരു കമ്പനി എന്തിന് നിലവിൽ കൊണ്ടുവരുന്നു, എന്തിനാണ് കമ്പനി തുടങ്ങുന്നത് എന്നുള്ള അതിന്റെ ഉദ്ദേശങ്ങളൊക്കെ, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മോറാണ്ടം വഴിയാണ് അറിയാൻ വേണ്ടി പറ്റുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മെമ്മോറാണ്ടത്തിനെ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇതൊരു പ്രിൻസിപ്പൽ ഡോക്യുമെന്റും അതുപോലെ തന്നെ മാഗ്ന കാർട്ട എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലെ, അതും നോക്കുക. അതുപോലെ തന്നെ ഇവന്റെ കുഞ്ഞനുജനായിട്ടുള്ള നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതെന്ത് ചെയ്യണം, നിങ്ങൾ ടേബിൾ പോലെ പഠിച്ചു വെക്കണം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നതും മെമ്മോറാണ്ടം തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഈ 2 ഏരിയയും പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 5 മാർക്കിന് മാത്രമല്ല, നിങ്ങൾക്ക് 4 മാർക്കിനും 3 മാർക്കിനും ഇനി 1 വേർഡിന് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു കമ്പനീന്റെ ബൈലോ ആണ്. അത് നമ്മുടെ എന്താണ്, ഇതിന്റെ ഒരു സബ്സിഡിയറി ഡോക്യുമെന്റ് ആണ്. മെമ്മോറാണ്ടത്തിന്റെ സബ്സിഡിയറി ഡോക്യുമെന്റ് ആണ് നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതിൽ ഇന്റേണൽ മാനേജ്മെന്റിന്റെ കാര്യങ്ങളാണ്, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എങ്ങനെയാണ് ആ കമ്പനിയുടെ മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് എന്തിൽ പറയുന്നത്, നമ്മുടെ കമ്പനി ബൈലോ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് എന്താ, സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴിയൊക്കെ നമുക്ക് ഓൾട്രേഷൻ നടത്താവുന്നതാണ്. നമ്മുടെ മെമ്മോറാണ്ടം പോലെ വലിയ പുള്ളി അല്ലെങ്കിലും ഒരു കുഞ്ഞു പുള്ളി തന്നെയാണ്, ഒരു പ്രമുഖൻ തന്നെയാണ് നമ്മുടെ AO അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്.
അപ്പൊ ഇവർ തമ്മിലുള്ള എന്താണ് നിങ്ങൾ ഡിഫറൻസ് പഠിച്ചു വെക്കണം. പിന്നെ ഇതെന്താണ്, നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും കമ്പനീസ് ആക്ടിനും ഒരുപോലെ സബോർഡിനേറ്റ് ചെയ്ത് നിൽക്കുന്ന എന്താണ് ഡോക്യുമെന്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്താ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് വേണം എക്സാം ഹോളിൽ പോവാൻ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം 5 മാർക്കിന്. പിന്നെ നിങ്ങൾ നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ലിമിറ്റേഷൻസ് ഓഫ് MSME ആണ്. MSME എന്ന് പറയുന്ന ഒരു കുഞ്ഞു ചാപ്റ്റർ അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് എന്ന് പറയുന്ന ആ കുഞ്ഞു ചാപ്റ്ററിന് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ എന്ത് വന്നിട്ടുള്ളൂ, വീണ്ടും 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 ചോദിച്ചിട്ടുള്ളൂ. അതും 5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ കൂടി പോയി കഴിഞ്ഞാൽ 1 മാർക്കിന് എന്താണ് നബാർഡ് എന്നുള്ള ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാനും വേണ്ടി ചോദിക്കും. ഇത്രയും മാത്രമേ ഈ ഒരു ചാപ്റ്ററിന് വന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താ നമ്മുടെ MSMEന്റെ ലിമിറ്റേഷൻസ് അല്ലെ, ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ എന്റർപ്രൈസസ് ആയതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ ക്യാപിറ്റൽ എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും അല്ലെ. എന്താണ് ലെസ് ക്യാപിറ്റൽ മതി. പിന്നെ അതുപോലെ തന്നെ ആ ക്യാപിറ്റൽ കുറഞ്ഞതുകൊണ്ട് തന്നെ അതിന് എന്തായിരിക്കും, റിസോഴ്സസ് കാര്യങ്ങൾ എന്തായിരിക്കും കുറവായിരിക്കും. അവർക്ക് വലിയൊരു മാർക്കറ്റ് സ്റ്റാൻഡിങ് ഉണ്ടാവില്ല. കോമ്പീറ്റൻസ് പൊതുവെ കുറവായിരിക്കും. അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജീസ് ഒക്കെ എന്തായിരിക്കും കുറവായിരിക്കും. മാനേജീരിയൽ സ്കില്ലൊക്കെ വളരെ കുറവായിരിക്കും. എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ആർക്ക് ഉണ്ടാവില്ല, നമ്മുടെ MSMEക്ക് ഉണ്ടാവണം എന്നില്ല അല്ലെ. കാരണം കുഞ്ഞു പരിപാടിയാണ്, കുഞ്ഞു സെറ്റപ്പിൽ നടക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പാർട്ടിൽ നമ്മുടെ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പൽസറി ആയിട്ട് നിങ്ങൾ നോക്കി വെച്ച് പോകണം. അതിലൊരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലാത്തത് ആരെയാണ്, MNCനെയാണ്. MNCനെ നിങ്ങൾ വിട്ട് കളിക്കരുത്. അവൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. മിസ് ഇത്രയും തവണ അത് റിപ്പീറ്റ് ചെയ്ത് പറയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾ ഉൾക്കൊള്ളണം. എന്തുകൊണ്ടാണ് ഞാൻ അത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്നുള്ളത്. ഓക്കെ, പിന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾക്ക് അതെന്താ മറ്റ് 4, 3 വന്നാലും നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ പാർട്ടിലെ 4 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എത്ര ക്വസ്റ്റ്യൻസും ആയിട്ട് അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻസും ആയിട്ട്, എത്ര ക്വസ്റ്റ്യൻസ് അല്ല, അടുത്ത ക്വസ്റ്റ്യൻസും ആയിട്ട് മിസ് അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും. അപ്പൊ എന്താ ചെയ്യുക, ഓരോ പാർട്ടിലെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മാക്സിമം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് മിസ്സിന് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നറിയപ്പെടുന്ന ഡോക്യുമെന്റ് ഏതാണ്, അല്ലെങ്കിൽ ഡോക്യുമെന്റ് അല്ലെങ്കിൽ എന്താണ് ഒരു കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നറിയപ്പെടുന്നത്? നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുക, കമന്റ്സിൽ പറയാം. നോക്കട്ടെ എത്ര പേര് കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നത്.